നമസ്കാരം. ഇപ്പം ന്യൂനമർദ്ദം നല്ലതുപോലെ കയറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ നല്ല മഴയുടെ ഈ സമയത്ത് നമ്മുടെ ഏലകർഷകർ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കുക. നമ്മുടെ നവംബർ മാസം കഴിഞ്ഞു, ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല തണുപ്പിൻ്റെ സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ഏലച്ചെടിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ചെറിയ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ തണുപ്പ് കൂടി നിൽക്കുന്ന സമയങ്ങളായതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഏലത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഫംഗിസൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്ത് ചെയ്തില്ലെങ്കിലും ഈ സമയങ്ങളിൽ ഏലത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഫംഗിസൈഡ് ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഏലത്തിന് ഇലകരിച്ചിൽ, അതുപോലെ തന്നെ തണ്ടൊടിച്ചിൽ മുതലായ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഏലത്തോട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഇലകരിച്ചിലും തണ്ട് ഒടിച്ചിലും ഒക്കെ നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി ഫംഗിസൈഡ് കൊടുത്ത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രൊമോഷൻ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളത് സാഫിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സാഫിൻ്റെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കാർബൻഡാസിം 12%, മാൻഗോസപ്പ് 63% മുതലായ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഫംഗിസൈഡാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഫംഗിസൈഡ് ഏതെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഉപയോഗിച്ചിരിക്കണം. ഒരു മോഡലിന് വേണ്ടി മാത്രമേ ഇത് കാണിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഏലച്ചെടിയിൽ ഫംഗിസൈഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏലത്തെ ഈ ഒരു സമയത്ത് രോഗങ്ങളിൽ നിന്നും നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് ഇത് സഹായകമാകും. അപ്പോൾ ഈ ഒരു സാഫിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ ഏലച്ചെടിയിൽ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളത്തിൽ 400 മില്ലിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് പൊടി രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഏത് ഫംഗിസൈഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ മേടിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഉപയോഗക്രമം കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഏലത്തിലടിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ തണ്ടും ഇലയും കൂട്ടി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ച് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് മാക്സിമം മറ്റുള്ളവരെ കൊണ്ട് വീഡിയോ കാണിച്ച് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ കർഷകർക്ക് സ്വന്തമാക്കി കൊടുക്കുക. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ഇസ്മി ജെറിൻ പുത്തമ്പ്ര ആൻഡ് സാബു വർഗീസ് സൈനിങ് ഔട്ട് ഫ്രം വണ്ടർക്കാടമോ.